പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നിൽക്കുവാൻ കഴിയാത്ത ശോധന, പ്രതികൂലം വരുമ്പോൾ മടുത്തു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. പകരം വാ തുറന്ന് കർത്താവിനെ ആരാധിക്കുവാൻ തീരുമാനിക്കുക. ശൗല് ദാവീദിനെ തകർത്ത് കളയുമെന്ന് വാദിച്ചപ്പോൾ ദാവീദ് ഭാരപ്പെട്ടൊരു മൂലയിൽ പോയി ഇരുന്നില്ല. പകരം തൻ്റെ കയ്യിലെ കിന്നരമെടുത്ത് താൻ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. നമുക്കറിയാം, ഇസ്രായേൽ ജനം ആർപ്പിട്ടപ്പോൾ യെരിഹോ കോട്ട തകർന്നു. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ നാമത്തെ എപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുമോ, എവിടെ ആരാധനയുണ്ടോ അവിടെ അസാധാരണമായ വിടുതലുകൾ വെളിപ്പെടും. ദൈവഭക്തർ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അന്ന് പകൽ കൊണ്ട അടിയും മറ്റുള്ള വേദനയും ഒക്കെ അത് ഓർത്ത് സങ്കടപ്പെട്ട് ഒതുങ്ങിക്കൂടിയിരുന്നില്ല. പകരം ആ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലും അവർ വായ തുറന്ന് കർത്താവിനെ പാടി സ്തുതിച്ചു. നമുക്കറിയാം, ആരാധിച്ചപ്പോൾ, ദൈവത്തെ സ്തുതിച്ചപ്പോൾ ആ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. അവർക്ക് വിരോധമായി അടയ്ക്കപ്പെട്ട വാതിൽ സ്വതവേ തുറക്കപ്പെട്ടു. ചങ്ങല അഴിഞ്ഞ് താഴെ വീണു. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ബന്ധനം മാറ്റുവാൻ, ചങ്ങല അഴിയുവാൻ, വാതിലുകൾ തുറക്കപ്പെടുവാൻ, ശത്രു കീഴ്പ്പെടുവാൻ മാനുഷിക ബലത്തിൽ ആശ്രയിക്കേണ്ട, കായിക ബലത്തിൽ ആശ്രയിക്കേണ്ട, സാമ്പത്തികം അതിനായി ചെലവഴിക്കേണ്ട. പകരം കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അവിടുത്തെ നാമത്തെ ഒന്ന് ഉയർത്തുവാൻ തീരുമാനിച്ചേ. വായ തുറന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഇന്നും ആരോഗ്യത്തോടെ ആ വോക്കൽ കോഡ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ശബ്ദം തൊണ്ടയിൽ നിന്ന് പുറത്തു വരുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ശബ്ദം ദൈവത്തെ ഉയർത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ഉപയോഗിച്ചേ. വായ തുറന്ന് നിരന്തരം കർത്താവിനെ സ്തുതിക്കുക, ആരാധിക്കുക. അക്കരങ്ങളെ അടിച്ച് നൃത്തം ചെയ്ത് മതിമറന്ന് ദൈവ സാന്നിധ്യത്തിൽ ആനന്ദിക്കുക. കർത്താവിൻ്റെ നാമത്തെ എത്രത്തോളം ഉയർത്തുന്നോ അത്രത്തോളം ശത്രുവിൻ്റെ പദ്ധതികൾ തകരും, അവൻ്റെ കോട്ടകൾ ഇടിയും. ആയതിനാൽ പ്രതികൂലത്തിൽ ഭാരപ്പെടാതെ, ഭയപ്പെടാതെ ആരാധിക്കുവാൻ തീരുമാനിക്കുക. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ച ഈ വചനത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഏറുമ്പോൾ മനം മടുത്തു പോകാതെ അങ്ങേ ആരാധിക്കുവാൻ വേണ്ട ദൈവകൃപ ഞങ്ങളെ ഓരോരുത്തരുടെ മേലും പകരണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളിൽ വന്ന് നിറയണമേ. ഹല്ലേലൂയ. എല്ലാ സാഹചര്യത്തിലും കർത്താവിനെ സെലിബ്രേറ്റ് ചെയ്യുവാനുള്ളൊരു മനോഭാവം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരുന്നതിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച്, അങ്ങയുടെ പൊന്നുമക്കളാകുന്ന ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു. കർത്താവേ, സാഹചര്യങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനയെ തടയുവാൻ കഴിയത്തില്ല. ഞങ്ങൾ അങ്ങയെ ആരാധിക്കും. We worship you, Lord. Hallelujah. കർത്താവേ, എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം ഞാൻ ബ്ലസ് ചെയ്യുന്നു. അവരുടെ ജീവിതം തന്നെ അങ്ങയുടെ സന്നിധിയിൽ ഒരു ആരാധനയായി തീരട്ടെ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. മഹത്വപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ് യു.